Good evening. Anybody outside India, good morning if US ആരെങ്കിലും ഉണ്ടെങ്കിൽ. എൻ്റെ പേര് മോഹൻദാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുമ്പോൾ വി ആർ ഗോയിങ് ടു ഞാൻ 10 മിനിറ്റ് എടുക്കില്ല. I will wind up pretty quickly. Anil Kumar, I'll give a quick introduction about each and every speaker. Anil Kumar ഒരു 15 മിനിറ്റ് ടോസിനെ പറ്റിയിട്ട്, പിന്നെ അജിത് പ്രസാദ് ഡിസൈൻ ആൻഡ് ആക്സസിബിലിറ്റിനെ കുറിച്ച് ഒരു 10 മിനിറ്റ്, പിന്നെ നവേന്ദു വരും ഒരു 10 മിനിറ്റ്. എസ്പെഷ്യലി നമ്മൾ ഫോസിനെ പറ്റി സംസാരിക്കുന്നു. ഈസ് ഇറ്റ് ഓൺലി എല്ലാം വെറുതെ ചെയ്യുന്നതാണെന്നല്ല. ദർ ആർ ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് ദർ. പീപ്പിൾ ക്യാൻ if people need, they can make it a profession, they can make it as a career, they can also earn and they can also grow along with that, right? So അതിന്റെ ഒരു ഡീറ്റെയിൽ തരാനാണ് നവേന്ദു വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ സെൻട്രൽ ലോണിനെ കുറിച്ച് സത്യമാഷും നളിനും കൂടെ സംസാരിക്കും. മോസ്റ്റ്ലി സത്യമാഷായിട്ടും സംസാരിക്കുക. 1-2 വീഡിയോ നമ്മൾ അതിലൂടെ കാണിക്കും. അത് കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ പ്രകാശ് വന്നിട്ട് ഇതിനെ സെൻട്രൽ ലോണയുടെ ഈ ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഹൗ ക്യാൻ വി ടേക്ക് ഫോർവേഡ്, പിന്നെ ഫൈനലി വിൽ എൻഡ് അപ്പ് വിത്ത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ ഒരു അറേഞ്ച്. ഇതാണ് ഇപ്പോൾ. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഒന്ന് സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. അതില് ഇപ്പം ഇത്രയും അധികം മലയാളികൾ വളരെ കൂടുതലുള്ള ഒരു വേദിയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്തുക എന്ന് വെക്കുമ്പോൾ ഒട്ടുമിക്ക പേർക്കും സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും. കാരണം നമുക്കറിയാം, പിന്നെ നമ്മുടെ സ്കൂളുകളിലടക്കം കേരള സിലബസിലാണെങ്കിൽ പിന്നെ ITIT സ്കൂൾ ഇപ്പം കൈറ്റ് വഴിയും, അത് കൂടാതെ ഇപ്പം അതിനെ തുടർന്ന് ഇപ്പം മറ്റ് കേന്ദ്ര സിലബസുകളിലും ഒക്കെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ കുറിച്ച് വളരെ ചെറുപ്പം തൊട്ട് തന്നെ പഠിപ്പിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരു വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ മാത്രമായിരിക്കും. കാരണം നമുക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. കൂടുതൽ ഡെപ്തിൽ പോവുക എന്നുള്ളത് ഇപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഇന്ററാക്റ്റീവ് സെക്ഷനിൽ കൂടുതൽ കാര്യങ്ങൾ, സ്പെസിഫിക്കായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതാകാം. അപ്പൊ നമ്മൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ഇത് എന്തുകൊണ്ട് സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. അതിൽ നമുക്കറിയാം, നമ്മുടെ ഈ സോഫ്റ്റ്വെയർ പിന്നെ അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം കൂടി വരുന്നത് നമ്മുടെ ഈ പിന്നെ ആധുനിക വിവര സാങ്കേതിക വിദ്യ, അതായത് മോഡേൺ പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി 1950 ശേഷമാണ് അത് ഇങ്ങനെ വളർന്നു വരുന്നത്. അപ്പൊ അത് ഏതാണ്ട് പിന്നെ 1980 ആവുന്നതോടുകൂടി സോഫ്റ്റ്വെയറിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് സോഫ്റ്റ്വെയർ ഒരു കമ്മോഡിറ്റി ആയി മാറുകയും അതിലൂടെ തന്നെ കൂടുതൽ റവന്യൂ, കൂടുതൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് പല കമ്പനികളും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ IT കമ്പനികളൊക്കെ മാറിയപ്പോൾ അതിൽ തന്നെ പ്രവർത്തിക്കുന്ന പല ജീവനക്കാർക്കും അതുവരെ അവർ അനുഭവിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യം ലഭ്യമാവാതെ പോയി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് പിന്നെ അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ കോവർക്കേഴ്സോ ഒക്കെ ആയിട്ട് കമ്പൈൻഡ് ആയിട്ടും മറ്റുമൊക്കെ കോഡ് എഴുതുന്നത് സാധ്യമല്ലാത്ത ഒരവസ്ഥ വന്നു. അപ്പൊ ഇതിനെതിരെ പിന്നെ അത്തരം ആൾക്കാരിൽ നിന്ന് തന്നെ വന്ന ഒരു പ്രതിഷേധത്തിന്റെ രൂപത്തിലാണ് ആദ്യം ഈ ഫ്രീ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളി ഉയർന്നു വന്നത്. ഇതിനെ തുടർന്ന് പിന്നെ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഇത് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അത് നമുക്ക് റൺ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം, അതായത് മറ്റ് ലൈസൻസ് രാജ്യം അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ, എൻഡ് യൂസർ ലൈസൻസ് എഗ്രിമെന്റ് അതുപോലെയൊന്നും ഇല്ലാതെ തന്നെ ആ സോഫ്റ്റ്വെയർ റൺ ചെയ്യാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ഒന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ 4 സ്വാതന്ത്ര്യമാണ് പ്രധാനമായിട്ടും ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ സ്വഭാവത്തിൽ. രണ്ടാമത്, നമ്മൾ റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമുക്ക് പഠിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ആ ഇൻസ്ട്രക്ഷൻ പിന്നെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് ബൈനറി കോഡിലൂടെയാണ്. പക്ഷെ അത് മനുഷ്യർ അത് എഴുതുന്നത് അതിൻ്റെ പിന്നെ കമ്പ്യൂട്ടർ ലാംഗ്വേജിലൂടെയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് അറിഞ്ഞാൽ മാത്രമേ സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും അത് ലഭിക്കണമെങ്കിൽ അതിന്റെ സോഴ്സ് കോഡ് അടക്കം പിന്നെ നമ്മൾ പിന്നെ അതിന്റെ എക്സിക്യൂട്ടബിൾ
ഫയലിനോടൊപ്പം അതിൻ്റെ സോഴ്സ് കോഡ് അടക്കം നമ്മൾ വിതരണം ചെയ്യേണ്ടതുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഈ നമ്മുടെ സുഹൃത്തുക്കൾക്കും മറ്റുമൊക്കെ ഈ സോഫ്റ്റ്വെയർ നമുക്ക് വിതരണം ചെയ്യാൻ ഉള്ള സ്വാതന്ത്ര്യം. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ തന്നെ പല കമ്പ്യൂട്ടറുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന് വേണമെങ്കിൽ കൊടുക്കാം. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം, അതാണ് നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ നമുക്ക് വേണ്ടുന്ന മോഡിഫൈ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഈ സോഴ്സ് കോഡ് മൊത്തത്തിൽ മോഡിഫൈ ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് പിന്നെ നമുക്ക് എന്തെങ്കിലും അതിൽ മാറ്റം വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ അഡീഷണൽ ഫീച്ചേഴ്സ് ചേർക്കണമെങ്കിലോ, ഇനി അതല്ല അതിൽ പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ നമുക്ക് പിന്നെ അത് വർക്ക് ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തണമെങ്കിലോ ഇന്റർഫേസിൽ മാറ്റം വരുത്തണമെങ്കിലോ ഒക്കെ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമാണ് ഫ്രീ സോഫ്റ്റ്വെയർ വേറൊന്ന് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഇത് കൂടാതെ ഈ മാറ്റിയ സോഫ്റ്റ്വെയർ പിന്നെ ഇതേ ലൈസൻസോട് കൂടി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള, നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കും മറ്റൊക്കെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടി ഈ സോഫ്റ്റ്വെയർ നൽകുന്നുണ്ട്. അപ്പൊ ഇത് സാധാരണ നമ്മൾ ഉപയോഗിച്ച് വരുന്ന, ഇപ്പം ഒരുപക്ഷെ നമ്മളുടെ പിന്നെ നമ്മളൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കാലത്ത് നമ്മൾ പരിചയപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുകളാണ്. ആ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിൽ നമുക്കറിയാം ഇപ്പോഴും പലരും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ജോലി സ്ഥലത്തായാലും വീടുകളിലും ഒക്കെ പിന്നെ വളരെയധികം പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നമുക്കറിയാം അത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ, ഒരു കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ലൈസൻസ് എടുക്കണം. ആ ലൈസൻസിന് തന്നെ പല രീതികളുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പം പോകുന്നില്ല. അപ്പൊ ഈ രീതിയിൽ പിന്നെ ഈ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിനെയും പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെയും, ഇത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിനെയും സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെയും വേർതിരിക്കുന്നത് പ്രധാനമായിട്ടും ഇത് തമ്മിലുള്ള ഈ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ, അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ 4 സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇപ്പൊ ഫോസ് എന്ന് പറയുമ്പോഴുള്ള എന്തുകൊണ്ട് ഫ്രീ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫോസ് എന്ന് പറയുന്നു എന്നുള്ള സംശയമാണ് സാധാരണ രീതിയിൽ ഇത് പരിചയപ്പെടുന്ന ആൾക്കാർ ചോദിക്കുന്നുള്ളത്. ഫോസ് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നാണ്. അപ്പൊ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറിൽ തന്നെ പിന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1985 തൊട്ട് തുടങ്ങിയിട്ടുള്ള പിന്നെ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിലൂടെ രൂപപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അത് പ്രധാനമായിട്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഇതിൽ സ്വാതന്ത്ര്യം, ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിൽ ഫ്രീ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ഉപയോഗിക്കാനുള്ള ഈ നേരത്തെ പറഞ്ഞ 4 സ്വാതന്ത്ര്യങ്ങളെ ആശ്രയിച്ചാണ്. ഇത് കൂടാതെ നമ്മൾ പക്ഷെ അതേ സമയത്ത് ഈ ഫ്രീ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് പ്രധാനമായിട്ട് നമുക്ക് സൗജന്യമായി ലഭിക്കുന്നു എന്നുള്ളൊരു സൂചന കൂടി അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇനീഷ്യൽ ഫ്രീ സോഫ്റ്റ്വെയർ പ്രൊമോട്ടേഴ്സ് ഒക്കെ ആ സ്വാതന്ത്ര്യത്തിനാണ് പ്രധാനമായിട്ടും പ്രാമുഖ്യം കൊടുത്തത്. അപ്പം ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഈ ഫ്രീ സോഫ്റ്റ്വെയർ മറ്റു സോഫ്റ്റ്വെയർ യോജിച്ച് പ്രവർത്തിപ്പിക്കുന്നതിലൊക്കെ ഉള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും നേരിട്ടു. അപ്പൊ ഇതുകൊണ്ട് ഈ ഫ്രീ സോഫ്റ്റ്വെയർ ഫ്രീഡം എന്നുള്ളതിന് മാത്രമല്ല, അത് നൽകുന്ന ഓപ്പൺ സോഴ്സ് നൽകുന്ന ആനുകൂല്യത്തിനും കൂടി നമ്മളൊരു പിന്നെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യത്തോടു കൂടി രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രസ്ഥാനം. ഇത് 1988 അത് ആരംഭിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി പിന്നെ ഇത് രണ്ടും ഉൾപ്പെട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തിനെയാണ്, അല്ലെങ്കിൽ ആ എക്കോസിസ്റ്റത്തിലുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ നോർമലി ഫോസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അത് ഉപയോഗിക്കാനും അത് പഠിക്കാനും അത് പകർത്താനും അത് മാറ്റം വരുത്താനും അത് വീണ്ടും വിതരണം ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഇതിലൂടെ ഈ ഫോസിലൂടെ നമുക്ക് പിന്നെ ഒരു ലോകത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന, അതായത് ഫോസ് ഒക്കെ പിന്നെ ഒരു കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ആണ് രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. ഫോസിലൂടെ വരുന്ന എല്ലാ സോഫ്റ്റ്വെയറും ഡെവലപ്പ് ചെയ്യുന്നത്, എല്ലാ സോഫ്റ്റ്വെയറിനും ഒട്ടുമിക്ക സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി പ്രോജക്റ്റിലൂടെയാണ്. അപ്പൊ അത് ഈ കമ്മ്യൂണിറ്റി ഒരു പ്രത്യേക പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോ മാത്രം വ്യാപിച്ചു കിടക്കുന്നില്ല, അത് ലോകത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന ഈ ഇന്റർനെറ്റിലൂടെ കണക്ട് ചെയ്യപ്പെട്ട ഒരു തലച്ചോറുകളുടെ ഒരു ശൃംഖലയിലൂടെ രൂപപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ് ഈ ഫോസ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു സഹകരണത്തിന്റെയും പിന്നെ യോജിച്ച് പ്രവർത്തിക്കലിന്റെയും ഒക്കെ ഒരു സാധ്യത ഈ ഫോസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പിന്നെ അതേപോലെ തന്നെ ഈ ഫോസിലൂടെ ഉണ്ടാകുന്ന പിന്നെ സോഫ്റ്റ്വെയറിന്റെ ഓരോ ഘട്ടത്തിലും അതിൻ്റെ പിന്നെ പല പല കാര്യങ്ങൾ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മിക്കവർക്കും കൂടെ പരിചയം ഉണ്ടാകും.
അതിൻ്റെ ആദ്യത്തെ സ്പെസിഫിക്കേഷൻ രൂപപ്പെടുന്നത് തുടങ്ങി അതിൻ്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് തൊട്ട് പിന്നെ അതിൻ്റെ കോഡിങ്, അത് മോഡലൈസേഷൻ, അങ്ങനെ കോഡിങ്, അത് കഴിഞ്ഞ് ടെസ്റ്റിങ്, അതിൻ്റെ പിന്നെ യൂസേജ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ഒക്കെ ഈ വേൾഡ് വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു വളണ്ടിയേഴ്സിന്റെ ഒരു സഹകരണത്തോടു കൂടിയാണ് അത് പിന്നെ ഇതിന്റെ ഒരു വികസനവും അതേപോലെ തന്നെ അതിന്റെ ഒരു വിതരണവും അതിന്റെ ഉപയോഗവും ഒക്കെ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോസ് സോഫ്റ്റ്വെയറിലൂടെയൊക്കെ രൂപപ്പെട്ടു വരുന്ന സോഫ്റ്റ്വെയർ പലപ്പോഴും വളരെയധികം സാങ്കേതികമായിട്ടുള്ള മികവ് പുലർത്തുന്നതായിരിക്കും. അത് അതിൻ്റെ ബഗ്ഗൊക്കെ കുറേയും കൂടി പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയും ബഗ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അതിൽ പിന്നെ കറക്ഷൻ വരുത്താനും ഒക്കെ സാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഈ സോഫ്റ്റ്വെയർ രൂപപ്പെടുന്ന അതിൻ്റെ ഒരു എക്കോസിസ്റ്റം നിലനിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലും മറ്റുമൊക്കെ നമ്മുടെ അതിലെ ഒരു സുതാര്യതയും ഒക്കെ ഈ മോഡ് ഓഫ് ഡെവലപ്മെന്റിലൂടെ അത് ഉറപ്പുവരുത്തുന്നുണ്ട്. നേരത്തെ നമ്മുടെ ഞാൻ ഇത് സ്ലൈഡുമായി പറയണേ, നമ്മൾ ഫസ്റ്റ് സ്ലൈഡ് ഞാൻ സ്ലൈഡുമായിട്ട് അലൈൻ ചെയ്തിട്ടല്ല പറയണത്, ജസ്റ്റ് അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടിച്ചാൽ മതി. ഓക്കെ ശരി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഇതിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി 1950കളിലാണ് അത് പിന്നെ അത് ഇവോൾവ് ചെയ്ത് വരുന്നത്. അതുവരെ അതിനു മുമ്പേയുള്ള വിവരസാങ്കേതിക വിദ്യ പ്രധാനമായിട്ട് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരസാങ്കേതിക വിദ്യ അല്ല. അപ്പൊ ഈ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആധുനിക വിവരസാങ്കേതിക വിദ്യ 1950 ശേഷമാണ് തുടങ്ങുന്നത്. അപ്പൊ തുടക്കത്തില് നമുക്കറിയാം പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പം കാലാവസ്ഥ പ്രവചനത്തിനുള്ള കമ്പ്യൂട്ടർ ആണെങ്കിലൊക്കെ ഒരു വലിയ ഒരു ഹാളിൽ നിറയുന്ന രീതിയിൽ അത്ര വലിപ്പമുള്ള ഒരു കമ്പ്യൂട്ടർ ആയിരിക്കും. അത് ആ ഒരു പർപ്പസിന് മാത്രമായിരിക്കും അത് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ അപേക്ഷിച്ചിട്ട് വളരെ സ്ലോ ആണ് അത്. അതിന്റെ സ്റ്റോറേജും അതിന്റെ ഓർമ്മശക്തിയും ഒക്കെ വളരെ കുറവാണ്. ആ സമയത്ത് ഈ ഹാർഡ്വെയർ ഒക്കെ ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് സിംഗിൾ പർപ്പസ് മെഷീൻസ് ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നൽകുന്ന ഇപ്പം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് നൽകുന്ന ഒരു നിർദ്ദേശങ്ങളുടെ കൂട്ടമാണ്. അപ്പൊ ആ നിർദ്ദേശങ്ങൾ കാരണം ഒരു കാര്യമേ അത് പ്രവർത്തിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു എണ്ണം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയറിന്റെ സ്കോപ്പ് വളരെ കുറവായിരുന്നു. പക്ഷെ സാങ്കേതിക വിദ്യ പിന്നെ പുരോഗമിച്ചതോടുകൂടി ഹാർഡ്വെയറിൽ ഈ മുമ്പുള്ള ഈ ഹാർഡ്വെയറിലൊന്നും സ്റ്റാൻഡർഡൈസേഷൻ ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ സ്റ്റാൻഡർഡൈസേഷൻ ഹാർഡ്വെയറിൽ വളരെ വ്യാപകമായിട്ട് വന്നതോടുകൂടി ഈ ഒരു മെഷീൻ കൊണ്ട് തന്നെ പല കാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിൽ വന്നു. അപ്പം പിന്നെ ഹാർഡ്വെയറിന് ഒരു സമാന രൂപം കൈവരുന്നു. അതിന്റെ പിന്നെ സാങ്കേതിക വിദ്യ വികസിച്ചതോടുകൂടി അതിന്റെ വലിപ്പം കുറയുന്നു, അതിന്റെ ശേഷി കൂടുന്നു, ഓർമ്മശക്തി കൂടുന്നു, അതിന്റെ പിന്നെ പ്രവർത്തന വേഗത കൂടുന്നു. അപ്പൊ ഈ രീതിയിൽ അത് അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു മെഷീൻ തന്നെ മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അതോടുകൂടി തന്നെ ഹാർഡ്വെയർ സ്റ്റാൻഡർഡൈസേഷൻ ആവുന്നതോടുകൂടി റിലേറ്റീവ്ലി അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റും മറ്റേ അതിന്റെ പിന്നെ വിലയും ഒക്കെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരികയും അതേ സമയത്ത് തന്നെ സോഫ്റ്റ്വെയറിന്റെ സാധ്യത വർദ്ധിക്കുകയും ചെയ്തു. അപ്പൊ അതുവരെ ഈ സോഫ്റ്റ്വെയർ ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് പ്രധാനമായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുന്നത് ഏതെങ്കിലും പിന്നെ യൂണിവേഴ്സിറ്റികളോ കോളേജുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ആയിരുന്നു. ഈ ഗവേഷണ സ്ഥാപനങ്ങളിൽ അവിടുത്തെ പിന്നെ ഗവേഷകർ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരൊക്കെ പരസ്പരം സഹകരിച്ച് അന്യോന്യം ചർച്ച ചെയ്തിട്ടൊക്കെയാണ് ഒരു കോഡ് ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഒരാള് വികസിപ്പിച്ചെടുത്ത കോഡ് വേറൊരു ആവശ്യത്തിന് വേണ്ടി വേറൊരാൾക്ക് ഉപയോഗിക്കാനൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ഈ സോഫ്റ്റ്വെയർ വളർന്നതോടുകൂടി പല IT കമ്പനികളും ഈ സോഫ്റ്റ്വെയർ തന്നെ ഒരു കമ്മോഡിറ്റിയായി പിന്നെ കാണുകയും അതിലൂടെ തന്നെ നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തിരിച്ചറിയുകയും അതിലൂടെ അതൊരു പിന്നെ ഒരു മാർക്കറ്റിംഗ് അതിൻ്റെ ഒരു വിപണന സാധ്യത വളരെ കൂടുതലാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് സോഫ്റ്റ്വെയറിന്റെ പുറത്ത് പലതരത്തിലുള്ള റിസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി.
അപ്പൊ നമുക്കറിയാം പിന്നെ അത് പ്രധാനമായിട്ടും 1970-കളിൽ 80-കളിലൊക്കെ 70-കളുടെ അവസാനമൊക്കെ ആയിട്ട് നടന്ന ഒരു കാര്യമാണ്. ഇപ്പൊ മൈക്രോസോഫ്റ്റ് പോലുള്ള സ്ഥാപനങ്ങളുടെ രൂപീകരണമൊക്കെ ആ സമയത്താണ് നടക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഈ രീതി പിന്നെ സോഫ്റ്റ്വെയറിനെ ഉപയോഗിക്കുന്നതിനും സോഫ്റ്റ്വെയർ വികസനത്തിൽ അത് പങ്കുവെക്കുന്നതിലും ഒക്കെ റെസ്ട്രിക്ഷൻ വന്നപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ അതിന്റെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരിന് ഒരു എതിർപ്പ് വരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം രൂപപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ തുടക്കം എന്ന് നമുക്ക് പ്രധാനമായിട്ടും പറയണം. അതിന് മുന്നേയും പല രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഷെയറിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പിന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ ഒരു തുടക്കം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് 1983-ൽ റിച്ചാർഡ് സ്റ്റാൾമൻ NIT-യിലുള്ള ഒരു ഗവേഷകനായിരുന്നു. അങ്ങേരുടെ നേതൃത്വത്തിൽ തുടങ്ങിയ GNU പ്രോജക്റ്റ് ആണ്. GNU ഈസ് നോട്ട് ലിനക്സ് എന്നുള്ള രീതിയിൽ ഒരു സൈക്ലിക് ആയിട്ടുള്ള അക്രോണിമുള്ള ഒരു പേരാണ് GNU എന്നത്. അപ്പൊ അതിനുശേഷം ഈ GNU സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പല പിന്നെ ഈ മാക്സ് പോലുള്ള എഡിറ്റർ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം 1985-ൽ FSF രൂപീകരിക്കുന്നു. FSF ഈ ഉപയോഗിക്കുന്ന ഈ ഫ്രീ സോഫ്റ്റ്വെയറിന് ഒരു ലീഗൽ ഒരു മെക്കാനിസം, അതിന്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഗൽ മെക്കാനിസം അത് രൂപപ്പെടുത്തി വരുന്നു. അങ്ങനെ GNU ജനറൽ പബ്ലിക് ലൈസൻസിനുള്ള ആദ്യത്തെ കോപ്പി ലെഫ്റ്റ് പകർപ്പവകാശത്തിലൂടെ തന്നെ നമ്മൾ പിന്നെ അതിന്റെ കണ്ടീഷൻസ് വെച്ച് തന്നെ നടപ്പിലാക്കുന്ന പകർപ്പുപേക്ഷ എന്നുള്ള കോപ്പി ലെഫ്റ്റ് സംവിധാനം അതിലൂടെ രൂപപ്പെടുന്നു. FSF ജനറൽ പബ്ലിക് ലൈസൻസിലൂടെ രൂപപ്പെടുത്തുന്നു. അതിനുശേഷം നമുക്കറിയാം പിന്നെ 1990-ൽ ലിനക്സ് കേണൽ, പിന്നെ ലിനക്സ് ടോർവാൾഡ്സ് പിന്നെ ഒരു പഠന ആവശ്യത്തിന് വേണ്ടി ഒരു ചെറിയ കേണൽ വികസിപ്പിച്ച് അത് ഇന്റർനെറ്റിലേക്ക് പിന്നെ ഇന്റർനെറ്റിൽ എല്ലാവർക്കും ഉപയോഗിക്കുന്ന പാകത്തിൽ വിതരണം ചെയ്യുകയും അങ്ങനെ അതുവരെയുള്ള ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റിക്ക് ഒരു കേണൽ വികസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ OS-ന് വേണ്ടിയുള്ള മറ്റു കുറെ സോഫ്റ്റ്വെയർ ഒക്കെ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ GNU ലിനക്സ് എന്നുള്ള ഒരു ലിനക്സ് അതിന്റെ കേണലും ഇതിന്റെ ഈ പിന്നെ കേണലിന് ഉപയോഗിച്ചിട്ട് തന്നെ പിന്നെ കേണലിന് പുറത്ത് വർക്ക് ചെയ്യുന്ന അതുവരെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനമൊക്കെ വികസിപ്പിച്ച മറ്റു പിന്നെ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് GNU ലിനക്സ് എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്ട് 1991-ഓടുകൂടി പിന്നെ പ്രചാരത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ 2000 ഒക്കെ ആകുമ്പോൾ വളരെ മികച്ച ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി തന്നെ GNU ലിനക്സ് മാറി. പിന്നെ 1993-ൽ FreeBSD ഇതുപോലുള്ള സോഫ്റ്റ്വെയർ ആരംഭിക്കുന്നുണ്ട്. അതുവരെ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം FSF എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഒറ്റ ഒരു കൊടക്കീഴിലായിരുന്നു ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ മൊത്തത്തിൽ നിന്നിരുന്നത്. പക്ഷേ 1987-88 സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓപ്പൺ സോഫ്റ്റ്വെയർ പിന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ മൂവ്മെന്റ് ഇതിന്റെ ഒരു ബ്രാഞ്ച് പോലെ അങ്ങ് രൂപപ്പെട്ടു വരുന്നു. അത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അതിന്റെ ഒരു സാങ്കേതിക മികവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പിന്നെ ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി FSF നയിക്കുന്ന ഫ്രീ സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റി അതിന്റെ സാങ്കേതികമായിട്ടുള്ള മികവിന് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സമാന്തര സംവിധാനമായിട്ട് അത് പിന്നീട് പോവുകയായിരുന്നു. അപ്പൊ ഇതിനെ തുടർന്ന് പിന്നെ ഇതിന്റെ തുടർച്ചയായിട്ട് ഈ പിന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഒരു ആശയം ഉൾക്കൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഇപ്പം വിക്കിപീഡിയ പോലുള്ള സംവിധാനങ്ങൾ, പിന്നെ അതിനുശേഷം മറ്റു പല മേഖലകളിലും ഇപ്പം പിന്നെ നമ്മൾ പകർപ്പുപേക്ഷ ഇപ്പം നമ്മുടെ പിന്നെ സയന്റിഫിക് പിന്നെ ആർട്ടിക്കിൾസ് ഒക്കെ ഇതിനൊക്കെ പിന്നെ ഓപ്പൺ ആക്സസ്, അതേമാതിരി നമ്മുടെ പിന്നെ കലാരൂപങ്ങളും മറ്റുമൊക്കെ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രിയേറ്റീവ് കോമൺസ്, ഇതൊക്കെ അതിന്റെ തുടർച്ചയായിട്ട് ഈ പിന്നെ ഫ്രീ സോഫ്റ്റ്വെയർ കൺസെപ്റ്റിന്റെ മറ്റു മേഖലകളിലേക്കുള്ള വ്യാപനത്തിനെയാണ് പ്രധാനമായിട്ട് അതിലൂടെ നടക്കുന്നത്. അതേമാതിരി ഓപ്പൺ ഹാർഡ്വെയർ പോലുള്ള സംവിധാനം ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. 2011-ൽ എബൻ മോഗ്ലൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിന് ഈ പിന്നെ ജനറൽ പബ്ലിക് ലൈസൻസ് പോലുള്ള ഒരു ലീഗൽ പിന്നെ ഒരു പ്രൊട്ടക്ഷനൊക്കെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് കൊടുക്കാൻ വേണ്ടി വളരെയധികം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഡോട്ട് കമ്മ്യൂണിക് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു ഈ വിവര അധിഷ്ഠിത ലോകത്തിലെ ഒരു മാനിഫെസ്റ്റോ എങ്ങനെ വേണം എന്നുള്ള ഒരു കൃതിയല്ല ഒരു ചെറിയ ഒരു കുറിപ്പൊക്കെ എഴുതിയ വ്യക്തിയാണ്.
ഈ രീതിയിലാണ് നമ്മുടെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഒരു ഹിസ്റ്ററി പൊതുവെ ലോകത്താകമാനം നടന്നു വരുന്നത്. ഇത് പിന്നെ 2014-15 ഈ സോഫ്റ്റ്വെയറിന്റെ പ്രാധാന്യത്തിനേക്കാൾ ഉപരി വിവരത്തിന് കൂടുതൽ പ്രാധാന്യം കടന്നു വരികയും അപ്പൊ അതോടുകൂടി തന്നെ ഓപ്പൺ ഡാറ്റ എന്നുള്ള പുതിയ സങ്കല്പം അതിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ഒരു ഈ 2014-15 ആവുന്നതോടുകൂടി വലിയൊരു വിജയമാണ് ഫ്രീ സോഫ്റ്റ്വെയറിന് നേടിയെടുക്കാൻ പറ്റിയത്. മുമ്പ് അതിനെ വളരെ ശക്തിയുക്തം എതിർത്ത ഭാഗങ്ങളും ഇപ്പം ഓപ്പൺ സോഴ്സ് അല്ലെങ്കിൽ ഫ്രീ ഫോഴ്സ് കമ്മ്യൂണിറ്റിനും മറ്റുമൊക്കെ ഇപ്പം പിന്തുണച്ചുകൊണ്ട് വരുന്നുണ്ട്. ഉദാഹരണത്തിന് മൈക്രോസോഫ്റ്റ് അടക്കം ഫ്രീ സോഫ്റ്റ്വെയർ പ്രോജക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പദ്ധതികളുണ്ട്. ഇതിന് സമാന്തരമായിട്ട് തന്നെ കേരളത്തിലെ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ സംവിധാനം പിന്നെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്ന ഏതാണ്ട് കുസാറ്റ് കേന്ദ്രീകരിച്ചും തിരുവനന്തപുരത്ത് ടെക് സോഫ്റ്റ്വെയർ ലാറ്റെക് പോലുള്ള അതിൻ്റെ ഒരു രൂപം ടെക് സോഫ്റ്റ്വെയർ വെച്ചിട്ടുള്ള സയന്റിഫിക് പബ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് വെച്ചിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ രൂപീകരിക്കുകയും പിന്നെ അതിനുശേഷം ഏതാണ്ട് 2000 കൂടി പലയിടത്തും ലിനക്സ് യൂസേഴ്സ് ഗ്രൂപ്പും മറ്റുമൊക്കെ രൂപപ്പെട്ടു വരുന്നു. ഇപ്പൊ നേരത്തെ മുകുന്ദൻ സൂചിപ്പിച്ച ഓപ്പൺ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള ഒരു പിന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രവർത്തകരുടെ മാത്രമായിട്ടുള്ള ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി 2000 രൂപപ്പെട്ടു വരുന്നു. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ വളരെ പെട്ടെന്നാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന ആശയം വികസിച്ചു വന്നത്. പിന്നെ 2007 കേരള IT പോളിസിയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഉപയോഗത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പിന്നെ സാധ്യമായുള്ളിടത്ത് സർക്കാർ സംവിധാനങ്ങളിലൊക്കെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ തന്നെ ഉപയോഗിക്കണം എന്നുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ പിന്നെ ആണ് നമ്മളെ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഒരു പിന്നെ പൊതുവെയുള്ള ഒരു മുന്നേറ്റം രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പിന്നെ ഈ ഫോഴ്സ് എന്നത് ഇപ്പം അതിനെ പൊതുവെ അങ്ങനെ സ്വതന്ത്ര പിന്നെ അല്ലെങ്കിൽ പിന്നെ ഫ്രീ സോഫ്റ്റ്വെയർ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നുള്ള ആ ഒരു പിന്നെ സമാന്തര ഇത് വീണ്ടും ഒരു സമന്വയിപ്പിച്ച് ഫോഴ്സ് എന്നുള്ള ഒറ്റ ഒരു വാക്കിലൂടെയാണ് അപ്പൊ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനെ രണ്ടിന്റെയും അതായത് പിന്നെ ഇതിന്റെ സ്വാതന്ത്ര്യം 4 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളും അതിനോടൊപ്പം തന്നെ ഈ സാങ്കേതിക മികവിനെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഫോഴ്സ്. അപ്പൊ ഈ ഫോഴ്സ് കൊണ്ട് നമുക്ക് പ്രധാനമായിട്ട് പലതരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ട്. നമുക്കതിന് ഇപ്പൊ സോഷ്യൽ ബെനിഫിറ്റ്സ്, ടെക്നിക്കൽ ബെനിഫിറ്റ്സ്, മറ്റു ബെനിഫിറ്റ്സ്, അത് ഫിനാൻഷ്യലും അങ്ങനെയൊക്കെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഈ രീതിയിലുള്ള പല ഗുണങ്ങളും ഈ ഫോഴ്സ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിനെ അപേക്ഷിച്ച് പ്രദാനം ചെയ്യുന്നുണ്ട്. ഒന്ന് സോഷ്യൽ ഒരു ബെനിഫിറ്റ്സിന്റെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും അത് നമ്മുടെ കമ്മ്യൂണിറ്റീനെ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഒക്കെ വികസിപ്പിക്കുന്നത് കമ്മ്യൂണിറ്റികളിലൂടെയാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു വിവേചനവും ഒന്നുമില്ലാതെ അത് ഇപ്പം സ്റ്റുഡൻസ് മുതൽ വളരെ വെറ്ററനായിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വരെ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യാതിർത്തി അവിടെ ഒരു ബാധകമല്ല. അപ്പോൾ ഓരോ സോഫ്റ്റ്വെയറിനും അതിൻ്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓരോ സോഫ്റ്റ്വെയറിനും അതിൻ്റെതായ കമ്മ്യൂണിറ്റി രൂപപ്പെടുന്നു. പിന്നെ ഇതിലൂടെ നമ്മളുടെ പിന്നെ വിവരവും അതേപോലെ തന്നെ നമ്മുടെ സ്കില്ലും ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്നു. ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു തലച്ചോറിൻ്റെ ഒരു ശൃംഖല രൂപപ്പെട്ടു വരുന്നു. കളക്റ്റീവായിട്ട് ആൾക്കാർ അത് നമുക്ക് പലപ്പോഴും നമ്മുടെ പല അധ്യാപകരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആദ്യം പിന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പഠിക്കാൻ മടി കാണിക്കുന്ന കുട്ടികളെ ഒന്ന് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം അതിലൂടെ അവർക്ക് ഈ കളക്റ്റീവായിട്ട് ലേൺ ചെയ്യാനുള്ള കൂടുതൽ സാധ്യത അവിടെ ഒരുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഇപ്പൊ നമുക്കറിയാം ഈ ലിനക്സ് പോലുള്ള കേർണൽ അതിന്റെ കോഡൊക്കെ നമ്മുടെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം പിന്നെ അത് എങ്ങനെയാണ് അതിന്റെ കോഡ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ എങ്ങനെയാണ് കോഡിങ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒരു പിന്നെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അടക്കം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഒരു പ്രദാനം ചെയ്യുന്നുണ്ട്. അല്ല നമ്മളിപ്പം പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഒക്കെ മാത്രമാണെങ്കിൽ അതിന്റെ സോഴ്സ് കോഡോ അതിന്റെ ആന്തരികമായിട്ട് അതെങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുള്ള പഠിക്കാനുള്ള ഒരു സാധ്യതകളും അത് നൽകുന്നില്ല.
പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് അറിയാം, പിന്നെ നമ്മളെ 1990 ആ അവസാന കാലഘട്ടത്തൊക്കെ വളരെ വലിയൊരു ചാലഞ്ച്. കാരണം വ്യാപകമായിട്ട് കമ്പ്യൂട്ടർ എല്ലാ തലങ്ങളിലും ജനകീയാസൂത്രണത്തിന്റെ ഭാഗമൊക്കെ ആയിട്ട് കേരളത്തിലടക്കം എല്ലാ തലങ്ങളിലും കമ്പ്യൂട്ടർ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ കമ്പ്യൂട്ടർ അപ്പോഴും ഉപയോഗിക്കണമെങ്കിൽ വലിയൊരു തടസ്സമായിട്ട് നിന്നത് ഭാഷയാണ്. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മാത്രമേ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തടസ്സം പ്രധാനമായിട്ട് നിന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ അതേ സമയത്ത് യൂണിക്കോഡ് സംവിധാനമൊക്കെ പോലും അതിന് ശേഷമാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പം ലോക്കൽ ലാംഗ്വേജിൽ, അത് ഇപ്പം മലയാളം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രാദേശിക ഭാഷകളിൽ പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അതിലൂടെയുള്ള സംവേദനം നടത്തുക എന്നുള്ളത് അസാധ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പല ലോക്കൽ ലാംഗ്വേജുകളുടെയും പിന്നെ ഉപയോഗം പോലും പിന്നെ ക്രമേണ ക്ഷയിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം രൂപപ്പെടുകയും പിന്നെ ഇത് കാരണം ലോക്കൽ ലാംഗ്വേജിലുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നവരുടെ ഒരു പ്രധാന ലക്ഷ്യമായി മാറില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതിലൂടെ വേണ്ടത്ര റവന്യൂ അല്ലെങ്കിൽ ഒരു ലാഭമോ ഇതിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത്തരം അവർ അതിൽ ശ്രദ്ധ കൊടുക്കില്ല. പിന്നെ ലോക്കൽ ലാംഗ്വേജിന്റെ പ്രത്യേകത മനസ്സിലാക്കി, ഭാഷ നമുക്കറിയാം വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് ആ രീതിയിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ് ഭാഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഈ രീതിയിൽ പിന്നെ ലോക്കൽ ലാംഗ്വേജിനെ വികസിപ്പിക്കാൻ വേണ്ടി പിന്നെ പ്രത്യേകിച്ച് IT-യുടെ ഗുണഭോക്താക്കൾ ഈ പിന്നെ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ കൂടി ആവാൻ വേണ്ടി വളരെയധികം പിന്നെ സഹായം നൽകിയ ഒരു സംവിധാനമാണ് ഈ പിന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ. അതേപോലെ അതിനോടൊപ്പം തന്നെ പിന്നെ നമുക്കിപ്പം പിന്നെ ലോക്കലായിട്ടുള്ള ചെറിയ സംവിധാനങ്ങൾക്കൊക്കെ അവരുടെ പിന്നെ എന്തെങ്കിലും ചെറിയ സംരംഭത്തിനൊക്കെ ഉപയോഗിക്കാനുള്ള വില കുറഞ്ഞ അല്ലെങ്കിൽ അത് മികവുറ്റ സംവിധാനങ്ങൾ ഒരുക്കാൻ ഈ ഫ്രീ സോഫ്റ്റ്വെയറിനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ലോക്കൽ എക്കണോമിയിൽ നല്ല വളർച്ച ഉണ്ടാവുന്നുണ്ട്. പിന്നെ മൊത്തത്തില് പിന്നെ സൊസൈറ്റിയുടെ ഒരു ഇൻക്ലൂസീവ്നെസ്, വിവേചനം ഇല്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു ആശയം കൂടി ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അത് വളരെയധികം മാറ്റങ്ങളും സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് ഫ്രീ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നമുക്ക് മറ്റവരെ അപേക്ഷിച്ച് ആ ഇൻക്ലൂസീവ്നെസ് കൂടുതൽ പ്രത്യക്ഷമായിട്ട് പലപ്പോഴും നമുക്ക് പിന്നെ നമ്മുടെ നേരിട്ടുള്ള അനുഭവത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതേമാതിരി നമ്മുടെ ഇപ്പോഴത്തെ വലിയ ഭീഷണിയാണ് ഈ പിന്നെ സെക്യൂരിറ്റി, പിന്നെ ഡാറ്റ പ്രൈവസി, ഇതുപോലുള്ള കാര്യങ്ങൾ. ഇതിലൊക്കെ അത് എൻഷുർ ചെയ്യാൻ വേണ്ടി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. അതിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി അടക്കം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അതിനൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സംവിധാനം ഈ ഫോസ് പോലുള്ള സോഫ്റ്റ്വെയർ ആണ്. പിന്നെ നമ്മുടെ ഇത് മാത്രമല്ല, സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള ഒരു സാങ്കേതികമായിട്ടുള്ള ശാക്തീകരണത്തിലും പിന്നെ ഈ ഫോസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പിന്നെ അനിൽ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യട്ടെ, കുറച്ചൊന്ന് സ്പീഡപ്പ് ചെയ്യണം. നമ്മള് ഒരു ഡിലേ ഉണ്ട്. ടെക്നിക്കൽ ബെനിഫിറ്റ്സ് പറയുമ്പോൾ ഒന്ന് നമ്മുടെ റിസോഴ്സിന്റെ ഒപ്റ്റിമൽ യൂസേജ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ മെഷീന്റെ പൂർണ്ണമായ എന്നുള്ളതല്ല, ഇപ്പൊ ഇന്റർനെറ്റ് ആകുമ്പോൾ പലതും നമ്മൾ അറിയാത്ത കാര്യങ്ങളും ഒക്കെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാലും അതിൽ വലിയൊരു നിയന്ത്രണം യൂസേഴ്സിന് തന്നെ കിട്ടുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ പിന്നെ എന്തെങ്കിലും കസ്റ്റം നീഡ്സ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മാൽവെയർ, വൈറസ് പോലുള്ള ഭീഷണികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ വളരെയധികം സഹായിക്കുന്നുണ്ട്. ബഗ് ഫിക്സിംഗ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നടക്കും. പിന്നെ ഇതില് വേറൊരു വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ സാങ്കേതികമായിട്ടുള്ള ശേഷി, നമ്മുടെ പിന്നെ സോഫ്റ്റ്വെയർ പ്രവർത്തകരുടെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പിന്നെ പ്രൊഫഷണൽസിന്റെ ഒക്കെ സാങ്കേതികമായിട്ടുള്ള ശേഷി, ടെക്നിക്കലായിട്ടുള്ള ശേഷിയൊക്കെ വളരെയധികം വർദ്ധിക്കാൻ ഈ ഫ്രീ സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. മറ്റ് ഒരു പ്രധാന ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ പറയാവുന്നത്, ഇത് നമ്മുടെ ഉപയോഗിക്കുന്ന ആൾക്കാരുടേത് കൂടിയാണ് ഫ്രീ സോഫ്റ്റ്വെയർ. അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ അല്ല. അതുകൊണ്ട് വെൻഡർ ഇന്റർലോക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങൾ അതിലുണ്ടാവില്ല. സ്റ്റാർട്ടപ്സിനെ MSMEനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യും. അത് അവർക്ക് വേണ്ടിയിട്ടുള്ള
പല ഉപകരണങ്ങളൊക്കെ അത് ഉപയോഗിക്കാം. റേറ്റ് കുറവാണ് അല്ലേ? ഇഷ്ടം പോലെ പിന്നെ ചോയ്സ് വ്യത്യസ്തമായിട്ടുള്ള പലതരം സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഓരോന്നിനും നമ്മൾ ലൈസൻസ് ഫീ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടി വരും. അതേ ഇതുപോലെ തന്നെ കുത്തകകൾക്കെതിരെയുള്ള ഒരു പിന്നെ ഒരു സമരത്തിന്റെ ഒരു രൂപം പോലും ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനങ്ങളിലൂടെ രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെ വളരെ പിന്നെ നമ്മുടെ സ്കില്ലും നമ്മുടെ ഒരു ചാതുര്യമൊക്കെ പിന്നെ അതിനെ പഠിപ്പിക്കാനുള്ള പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിന്റെ ആ ശേഷികളൊക്കെ പിന്നെ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറിലൂടെ വികസിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് വളരെ എനിക്കറിയാം പിന്നെ ഇത് വളരെ സമയമെടുത്തിട്ടുണ്ട് എങ്കിലും പിന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്തരമൊരു വേദിയിൽ അത് പിന്നെ പരിചയപ്പെടുത്താൻ ഉള്ള ചില പരിമിതികളുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടാവുന്ന ചില സംശയങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു ഫോഴ്സ് പ്രോജക്റ്റുമായിട്ട് സഹകരിക്കുക എന്നുള്ളത്. അപ്പൊ അതില് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ കമ്മ്യൂണിറ്റി പ്രോജക്റ്റുകളാണ്. അതിന് വളരെയധികം പിന്നെ സന്നദ്ധ സേവകരെയും അതേമാതിരി പെയ്ഡ് സേവകരെയും ഒക്കെ ആവശ്യമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിലുള്ള പല ഘട്ടങ്ങളിൽ കോഡിങ്, ടെസ്റ്റിങ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്, ഡോക്യുമെന്റേഷൻ, റിവ്യൂ, ഇതൊക്കെ ബഗ് ഫിക്സിങ്, ഇതിലൊക്കെ ആൾക്കാരുടെ നമുക്ക് പറ്റിയ ഏരിയയിൽ നമുക്ക് പിന്നെ അത് കൂടാതെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ പുറത്താണ് ഔട്ട്റീച്ച് പ്രോഗ്രാം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ തീർച്ചയായിട്ടും വളരെയധികം ആൾക്കാരെ ആവശ്യമുണ്ട്. ഇതിലൊക്കെ നമുക്ക് അതിനെ സഹകരിക്കാം. ഇത് കൂടാതെ മിക്ക സ്വതന്ത്ര സോഫ്റ്റ്വെയർ കമ്മ്യൂണിറ്റിയൊക്കെ പ്രവർത്തിക്കുന്നത് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ്. ആ ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭാവനകൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം ഇതില് പലർക്കും ഒരു പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മൾ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഒരു യൂസർ ഫ്രണ്ട്ലി അല്ല എന്നുള്ളതാണ്. യൂസർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച ശീലം, ഇത് നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണ്. നമ്മൾ ഏതാണോ ഉപയോഗിച്ച ശീലം അതാണ് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അനുഭവപ്പെടുന്നത് പലപ്പോഴും. അപ്പൊ ആ ഒരു പിന്നെ ഒരു ബാരിയർ നമ്മൾ പിന്നെ ഭേദിച്ച് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിപ്പം സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് പോലും ഇത് വളരെ ഗുണകരമായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ഇത്രയാണ് എനിക്ക് വളരെ ചുരുക്കി പറയാനുള്ളത്. എന്തായാലും ഇത്തരമൊരു അവസരം നൽകിയതിന് ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ചർച്ച ചെയ്യുന്ന അങ്ങനെ സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ചർച്ച ചെയ്യാം. അടുത്തത് അജിത് പ്രസാദ്. മെയിൻലി ഐ തിങ്ക് അജിത്ത് ഡിസൈനും ആക്സസിബിലിറ്റി റിലേറ്റഡ് ആസ്പെക്ട്സ് ആണ് കവർ ചെയ്യുന്നത് അല്ലേ? ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല എന്താണ് സംസാരിക്കുന്നതെന്ന്. പക്ഷെ അനിൽ സംസാരിച്ചതിന്റെ തുടർച്ചയായിട്ട് ആക്സസിബിലിറ്റി ആൻഡ് ഡിസൈനിനെയും ടച്ച് ചെയ്തിട്ട് സംസാരിക്കും. ഓക്കെ. ബേസിക്കലി അനിൽ പറഞ്ഞ ഈ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ഒരു തുടക്കവും അതിന്റെ ഹിസ്റ്ററിയും അതിന്റെ എവല്യൂഷനെ കുറിച്ച് സംസാരിക്കുമ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി ഈ ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന്റെ പേട്രണേജുമായിട്ട് റിലേറ്റ് ചെയ്തും ചില എവല്യൂഷൻസും ഹിസ്റ്ററീസും ഉണ്ട്. അതിന്റെ എക്സാമിനേഷൻ ഇസ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ അത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഈ യൂസേഴ്സിന്റെ ഒരു എവല്യൂഷൻ ഉണ്ട്. അതായത് 1970s ഉണ്ടായിരുന്ന സോഫ്റ്റ്വെയറിന്റെ യൂസേഴ്സും 2024 സോഫ്റ്റ്വെയർസിന്റെ യൂസേഴ്സും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ആക്സസിബിലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യത്തില് ഇൻക്ലൂഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആയിട്ട് ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ഒരു ഫിലോസഫിയുടെ പാർട്ടായിട്ട് ഇൻക്ലൂസീവ് ആവുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് say software programming itself and the IDEs offered for it, the interfaces for doing software programming, it is very limited in terms of inclusion and accessibility. Differently abled ആയിട്ടുള്ള എത്ര പ്രോഗ്രാമേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്
അങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയതുകൊണ്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഡോണ്ട് ഹാവ് ഐസൈറ്റ്, ഇറ്റ് ഡസൻറ്റ് മീൻ യു കനോട്ട് പ്രോഗ്രാം or you cannot contribute to software. But the systems that we have developed to enable programming might not be accessible for the differently abled, and that is an exclusion. So if we are speaking about inclusion, accessibility becomes an important thing. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പം ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന accessibility കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈവെന്റിൽ there is a person who is differently able. That is a good thing, because mostly accessibility കുറിച്ച് സംസാരിക്കുകയോ ഡിസിഷൻസ് എടുക്കുകയോ ചെയ്യുന്ന പല ഏരിയസിലും it is not inclusive of differently able people in that sense. Then എനിക്ക് ഓഡിയൻസിനോട് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, how many of you think that you were differently abled at any point in your life? You can put it in your chat. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടൈപ്പ് യെസ് ഇൻ ദ ചാറ്റ് ബോക്സ്. So does it mean that none of us has ever felt that we are differently abled in our lifetime? Okay, that is, ഞാൻ ഈ ചോദ്യം ചോദിച്ചത് ബേസിക്കലി നമ്മളുടെ അക്സസിബിലിറ്റിയെ കുറിച്ചും ആർക്ക് വേണ്ടിയാണ് അക്സസിബിലിറ്റി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തോട്ട് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂഷ്വലി വി സേ accessibility is for people who are differently abled, with the assumption that we can't be temporarily differently abled, or we can go differently abled, and so accessibility is a special requirement എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും അതിനെ അപ്രോച്ച് ചെയ്യും. Or accessibility is a negotiable thing in all software development environments, whether it is open source or closed source. Accessibility is a last priority thing. It's a last in the checklist, or it is for special users. But and it is not something related to only software. As a culture, if you look at it, how inclusive are we? In the sense, when we build our house, for example, is our house accessible to different abilities? Or we normalize a human being and say, this house is meant for this normal human being. So that is the perspective from which we have to look at accessibility. And another myth that comes with accessibility is many times we think we don't have the technology to address accessibility, which is not really true. In the sense, accessibility address ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ ടെക്നോളജീസ് ഉണ്ട്. റൈറ്റ് ഫ്രം ടങ് കൊണ്ട് മാത്രം സോഫ്റ്റ്വെയർ ഇന്റർഫേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വായിൽ ഉള്ളിൽ വെക്കാവുന്ന ടങ് പാഡ്സ് ഉണ്ട്, which will not interfere with our talking. And if you look at prosthetics, there are different ways in which we address accessibility. But it always falls into a domain where the people who are patrons of the software, when I say patrons of the software, it is not only the makers of the software, it's also the consumers of the software who thinks only it is for certain set of users. And even if you look at schools, for example, is it accessible? Is it designed for adults or children? So there are different aspects of accessibility that we need to bring into the software systems. It is not only to address people with disabilities or differently abled. I won't use, it's a controversy to use which word and things like that. It's for everybody. Accessibility is an important thing. Now, in the current times, actually, many people are forced to look into accessibility because there are many government laws that is coming up across the globe to ensure the softwares are accessible at a certain level. So this is basically what we need to understand about accessibility. And
implementing is not difficult, and just creating technologies that will facilitate accessibility is not enough. It has to be taken care at each and every steps in the design process, as well as the software development process. So when we speak about FOSS and the software development process, that also has changed from the time when softwares are developed for managing information to softwares which are getting developed for interfacing with people, that is the users, which has different needs. That is where UX and HCI start coming up. And now it is shifting to socio-technology, where softwares are developed for communities, where the interface is going to be completely different, and softwares are not going to reside in one particular system. And there are interfaces with what you call, even artificial intelligence can emerge as a new kind of user with which we will have an interface, and it will define different kind of accessibility issues. So basically, bringing accessibility into the center means being more inclusive of people. And it is not a technical problem, as say. There are technical challenges which we need to address and develop, but it is more of a cultural and social attitude issue where we think that certain things need not be considered. Like if you look at 1980s and 1990s, user was not very important. User was supposed to learn. When the technology shifted, software shifted to addressing people and person, then UX became very important. Now we are moving into a domain where it is being developed for communities, and accessibility becomes a very important aspect. If not, we will be choosing to exclude people whom we don't consider normal. It is from that point of view, accessibility is very important. That's what I have to say. Regarding the patronage, probably Navendu will be able to throw some light what is happening currently with respect to how people who are working in FOSS is getting paid and things happen. And I'm leaving it at that because of lack of time. There is a lot of things we can talk about accessibility. Probably if there is any kind of questions, we will take it up at the question answer section. Thank you. ശരി അജിത്, നമ്മൾ ആക്ച്വലി ഇതൊരു എന്താണ് ഫോസിന്റെ ഒരു സീരീസ് തുടങ്ങി വെക്കുന്നതാണ്. സോ വിൽ പ്രോബ്ലി ഹാവ് മോർ സെഷൻസ് ഓൺ ദിസ്. ഇത് നമ്മൾ എന്താ വെച്ചാൽ മെയിൻലി നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് കമ്പനി സെൻഡലോന ഇസ് എൻറ്റയർലി ബേസ്ഡ് ഓൺ ഫോസ്, ആൻഡ് they I think will be basing their supply or their product also based on their philosophy will be FOSS. അത് കാരണമാണ് നമ്മൾ അതിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ അടുത്തത് നവേന്ദു, ഐ തിങ്ക് യു വിൽ കവർ ദ പ്രോഡക്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആസ് വെൽ ആസ് ജനറൽ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. സോ ഓവർ ടു യു. ആദ്യം തന്നെ താങ്ക് യു ഇങ്ങനെ ഒരു പാനലിലേക്ക് ക്ഷണിച്ചതിന്. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇതിനു മുമ്പ് ഉണ്ടായ 2 ടോക്സ് ആക്സസിബിലിറ്റിക്കും പിന്നെ ഫോസ് എന്നുള്ളതിലേക്കും വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻട്രൊഡക്ഷൻസ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, നമ്മൾ മലയാളികൾ മാത്രമാണ് ഫോസിലെ ഫ്രീനെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നമ്മൾ മാത്രമേ ഇപ്പോഴും പറയുന്നുള്ളൂ എനിക്ക് തോന്നുന്നു. കാരണം കുറേ മോസ്റ്റ് ബിസിനസ്സസും ഈ മോഡേൺ ഓപ്പൺ സോഴ്സ് യൂസേഴ്സ് അവരെല്ലാവരും ഈ ഫോസിലെ ഫ്രീ എന്നുള്ളത് ഫ്രീ ലേബർ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഫ്രീ ആയിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം, അതിനൊരു മുതലാക്കുന്ന ഒരു രീതിയിലുള്ള ആ ഒരു ആസ്പെക്ട് എന്നാണ് മിക്ക ആൾക്കാരും കാണുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ഇവിടുത്തെ കേരളത്തിൽ നടക്കുന്ന ഓപ്പൺ സോഴ്സ് കോൺഫറൻസുകളായാലും ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റുകളായാലും സ്വതന്ത്രം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ വേറൊന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയത്, കേരളത്തിൽ ഈ സ്ട്രോങ് ഫോഴ്സ് കൾച്ചറിനെ തന്നെയാണ്. അതിപ്പോൾ നമ്മുടെ പബ്ലിക് പോളിസി, നമ്മുടെ കേരളത്തിലെ ഡ്രാഫ്റ്റ് IT പോളിസിയിലും ഒക്കെ ഈ ഡ്രാഫ്റ്റ് IT പോളിസിക്ക് കുറേ പോരായ്മകൾ ഉണ്ട് എങ്കിലും ഈ ഫോഴ്സ് ആസ്പെക്റ്റിൽ അത് വളരെ മോഡേൺ ഒരു പോളിസിയാണ്. എനിക്ക് തോന്നുന്നു ഈ വേൾഡിൽ തന്നെ ഇങ്ങനെ ഓപ്പൺ സോഴ്സിനെ ഒരു പബ്ലിക് പോളിസി ഡൊമൈനിലും അതിൻ്റെ അതും ഓപ്പൺ സോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേഷനും യൂസേജിൻ്റെ ഒരു ലോ മേക്കിങ്ങിൽ ഓപ്പൺ സോഴ്സിനെ കൊണ്ടുവരുന്ന
ഐ തിങ്ക് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് സ്ഥലങ്ങളായിരിക്കും കേരളം. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിലെ ഇങ്ങനത്തെ ഈ പോളിസികൾ മറ്റ് തിങ്ക് ടാങ്കുകളും പബ്ലിക് ആയാലും പ്രൈവറ്റ് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള തിങ്ക് ടാങ്കുകൾ എനിക്ക് തോന്നുന്നു അവർ എമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിയും ഹെൽത്ത് പോളിസിയും ഒക്കെ പോലെ തന്നെ എമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ആസ്പെക്റ്റാണ് കേരളത്തിലെ ഓപ്പൺ സോഴ്സ് കൾച്ചർ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ലൈക്ക് കേരളത്തിൽ ഇത്രയൊക്കെ ഒരു ഫോഴ്സ് കൾച്ചർ ഇൻഹറൻ്റ് ആയിട്ട് ഉണ്ട് എങ്കിലും ഈ ഓപ്പൺ സോഴ്സിൽ എങ്ങനെ വർക്ക് ചെയ്യാം, ഓപ്പൺ സോഴ്സ് ആസ് എ കരിയർ എന്നുള്ള ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും കുറേ കൺഫ്യൂഷനൊക്കെ ഉണ്ട് തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കുറേ പേരെങ്കിലും ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന കുറേ പേരെങ്കിലും സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ഏർലി കരിയർ ഡെവലപ്പേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഈ ഓപ്പൺ സോഴ്സിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര നോൺ ട്രഡീഷണൽ ആണ്. ഒരു പ്രത്യേകിച്ച് റോഡ് മാപ്പ് ഒന്നുമില്ല. ആരും ഇപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ആരും ഞാൻ ഒരു ഓപ്പൺ സോഴ്സ് ഡെവലപ്പറാണ്, ഞാൻ ഓപ്പൺ സോഴ്സിൽ വർക്ക് ചെയ്യുന്ന, അങ്ങനെ ഒരു കരിയർ പാത്ത് ഉണ്ട്, ഇങ്ങനെ കാര്യം ചെയ്താൽ മതി എന്ന് പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈവൻ ദോ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു കൾച്ചർ ഉണ്ടെന്നെങ്കിലും. അപ്പോൾ അതിനെ പറ്റി കുറച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതിൽ വേറൊരു അൺഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ സോഴ്സ് ഫ്രീ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ഇപ്പോഴും കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന് ഒരു കരിയർ എങ്ങനെ ഉണ്ടാക്കാം? ബേസിക്കലി നമുക്ക് പൈസ കിട്ടണം, നമ്മൾ വർക്ക് ചെയ്യുന്ന ബിസിനസ്സിനും പൈസ ഉണ്ടാക്കാൻ പറ്റണം. അപ്പൊ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന് എങ്ങനെ ഒരു എക്കണോമിക്കൽ സെൻസ് എങ്ങനെ മേക്ക് ചെയ്യുന്നു എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പൊ അതൊന്ന് ടച്ച് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റീസെന്റ് ഓപ്പൺ സോഴ്സ് ബിസിനസ് മോഡൽസ് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഓപ്പൺ സോഴ്സ് ബിസിനസ് മോഡൽ ഭയങ്കര പുതിയ കാര്യമൊന്നുമല്ല. ഓപ്പൺ സോഴ്സിന്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ തൊട്ട് ആ ഒരു കാലം തൊട്ട് തന്നെ ഏർലി 90s പിന്നെ 2000s ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഓപ്പൺ സോഴ്സ് ബിസിനസ് മോഡൽസ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റെഡ് ഹാറ്റ് എന്ന് പറഞ്ഞൊരു അറ്റ്ലീസ്റ്റ് എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. റെഡ് ഹാറ്റ് ഇങ്ങനെ ഒരു ഓപ്പൺ സോഴ്സ് ബിസിനസ് മോഡൽ പയനിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി അവർ ഉണ്ടാക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറും ഓപ്പൺ സോഴ്സ് ആണ്. അതിൽ ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ സപ്പോർട്ട് കൊടുക്കുന്നതിലാണ് അവർ ആ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്, പെയ്ഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിലാണ് അവരുടെ ഒരു ബിസിനസ് മോഡൽ. അപ്പോൾ ആ ബിസിനസ് മോഡൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. അത് എമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കമ്പനികൾ. ഇങ്ങനെ ഏർലി 2000s അങ്ങനെ കുറേ കമ്പനികൾ വരുന്നതായിട്ട് കണ്ടു. റെഡ് ഹാറ്റ് ഇപ്പോഴും ഭയങ്കര പ്രോഫിറ്റബിൾ ആണ്. റെഡ് ഹാറ്റ് ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അൺഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഇതാണെന്നുണ്ടെങ്കിലും ബിൽ ഗേറ്റ്സ് ഫേമസ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 90s ഏർലി 2000s മറ്റായിരുന്നു, ഓപ്പൺ സോഴ്സ് ഇസ് ഗോയിങ് ടു ഡൈ എന്നുള്ള. ലിനക്സ്, എനിക്ക് തോന്നുന്നു ലിനക്സിനാണ് പറഞ്ഞത് ലിനക്സ് ഇസ് ഗോയിങ് ടു ഡൈ. പക്ഷെ സ്റ്റിൽ ഇങ്ങനെയുള്ള ഓപ്പൺ സോഴ്സ് കമ്പനികളും ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സും ത്രൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ റീസെന്റ് ആയിട്ട് ഈ ഒരു ബിസിനസ് മോഡലിൽ ഒരു മാറ്റം വന്നത് എന്നുള്ളതിൽ ഓപ്പൺ കോർ ബിസിനസ് മോഡൽ എന്നാണ്. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ അതിന്റെ കോർ ഫീച്ചേഴ്സ്, കോർ കേപ്പബിലിറ്റീസ് ഓപ്പൺ സോഴ്സ് ആയിരിക്കും. അതിന്റെ ഓൺ ടോപ്പ് ഒരു മാനേജ്ഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഓൺ ടോപ്പ് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഫോർ എന്റർപ്രൈസസ് അങ്ങനെയൊക്കെ ബിൽഡ് ചെയ്തിട്ട് കമ്പനികൾ അതിനെ ചാർജ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡൽ ഈ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബിസിനസ് മോഡലും ക്വൈറ്റ് സക്സസ്ഫുൾ ആണ്. അങ്ങനത്തെ ഓപ്പൺ കോർ ബിസിനസ് മോഡലിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ കമ്പനികളുണ്ട്. ഫേമസ് കമ്പനിയാണ് ഗിറ്റ് ലാബ്. ഗിറ്റ് ലാബ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഗിറ്റിന്റെ ഒരു ഹോസ്റ്റഡ് വെർഷൻ ഓഫ് ഗിറ്റ് ആണ്. അത് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ സൊല്യൂഷൻസ് ആണ്. ഗിറ്റ് ലാബ് കംപ്ലീറ്റ്ലി ഓപ്പൺ സോഴ്സ് ആണ്. ബട്ട് അവർക്ക് ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്. വൺ ഓഫ് ദി ലാർജസ്റ്റ് കമ്പനീസ്. റീസെന്റ് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ലാർജസ്റ്റ് അക്വിസിഷൻസ് സംഭവിച്ചു തോന്നുന്നു ഗിറ്റ് ലാബിന്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് മോഡൽസ് റീസെന്റ് ആയിട്ട് വളരെയധികം ത്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ബിസിനസ് മോഡൽസ് കാരണം ഓപ്പൺ സോഴ്സിലേക്കുള്ള വർക്ക്, ഓപ്പൺ സോഴ്സിലുള്ള കോൺട്രിബ്യൂഷൻസ് നന്നായിട്ട് ത്രൈവ് ചെയ്യുന്നുണ്ട്. ഈവൻ കമ്പനീസ് ലൈക്ക് മൈക്രോസോഫ്റ്റ് ഹു ലൈക്ക് 90s അവർ ഓപ്പൺ സോഴ്സിന് ഭയങ്കര എതിരായിരുന്നു. ഈ വിൻഡോസ് വെസസ് ലിനക്സ് അങ്ങനെയൊക്കെയുള്ള ഒരു വാറിൽ ഇവർ ഓപ്പൺ സോഴ്സിന് എഗെയിൻസ്റ്റ് ആയിരുന്നെങ്കിലും ഇന്ന് അവര് വളരെയധികം പ്രോ ഓപ്പൺ സോഴ്സ് ആണ്. അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അവർ മോസ്റ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ ദേ യൂസ് ഓർ മോസ്റ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ ദേ ആർ ബിൽഡിംഗ് ഡിപ്പെൻഡ്സ് ഓൺ ഓപ്പൺ സോഴ്സ് എന്നുള്ള ഒരു റിയലൈസേഷൻ അവർക്ക് വന്നതിനെ തുടങ്ങിയാണ് തോന്നുന്നു എനിക്ക് ലൈക്ക് അവർ കൂടുതൽ ഓപ്പൺ സോഴ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ കുറേ കമ്പനികൾ, ഈ ബിഗ് ടെക് കമ്പനീസ് ആയ ഇങ്ങനെ ഫേസ്ബുക്ക്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അങ്ങനെയുള്ള കമ്പനികൾ തൊട്ട് സ്റ്റാർട്ടപ്പുകൾ വരെ ഓപ്പൺ സോഴ്സ് ആസ് എ ബിസിനസ് മോഡൽ അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു കോർ പാർട്ട് ഓഫ് ദെയർ ഫിലോസഫി ആക്കി മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓപ്പൺ സോഴ്സിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര നോൺ ട്രഡീഷണൽ ആണ്. അങ്ങനത്തെ ഉള്ള ഒരു റോഡ് മാപ്പും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിലുള്ള ഈ ഫൈനാൻഷ്യൽ ആസ്പെക്ട് ഇതാണ്. നമ്മൾക്ക് മിക്ക സമയത്തും നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനികൾ ഒരു ഓപ്പൺ സോഴ്സ് ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്നു. ത്രൂ ദാറ്റ് അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് നമുക്ക് ഓപ്പൺ സോഴ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ഓപ്പൺ കോർ ബിസിനസ് മോഡലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ടീം നമ്മുടെ മാനേജ്ഡ് ഓഫറിംഗ്, നമ്മുടെ പെയ്ഡ് പ്രൊഡക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് അത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് എന്നെ പോലെയുള്ളവർക്ക് ഓപ്പൺ സോഴ്സ് സാധനങ്ങളിൽ വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബിസിനസ് മോഡൽ നമ്മുടെ കമ്പനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഈവൻ ദോ നമ്മുടെ ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് പൈസയൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിലും നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കോർ ബിസിനസിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഈ ഓപ്പൺ സോഴ്സ് ഇങ്ങനെ ഈ ഒരു കരിയറിലേക്ക് എങ്ങനെയാണ് കടക്കുക എന്നുള്ളത് കൂടെ എനിക്ക് പറയണമെന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, നമ്മളൊരു ന്യൂ ഡെവലപ്പറാണ്. കോളേജിൽ ഇപ്പോൾ ആരും അധികം ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു കരിയറിനെ പറ്റിയും ചിലപ്പോൾ ആരും സംസാരിക്കുന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് അവർ കോൺട്രിബ്യൂട്ടേഴ്സിനെ വെൽക്കം ചെയ്യുന്ന പ്രൊജക്ട്സ് ആണ്. കാരണം അവർക്ക് എക്സ്റ്റേണൽ കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ പ്രൊജക്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ പ്ലാറ്റ്ഫോംസുകൾ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി അതിനെ ഞാൻ ഓപ്പൺ സോഴ്സ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് എന്നാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഗൂഗിളിൻ്റെ ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. ലിനക്സ് ഫൗണ്ടേഷൻ്റെ തന്നെ ലിനക്സ് ഫൗണ്ടേഷൻ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള സിമിലർ ഒരു പ്രോഗ്രാം ഉണ്ട്. ബേസിക്കലി ഇങ്ങനെ ഈ പ്രോഗ്രാമുകളിൽ ഇപ്പോൾ ഗൂഗിൾ സമ്മർ ഓഫ് കോഡിൽ ഗൂഗിൾ ബേസിക്കലി ഫണ്ട്സ് ഇന്റേൺസ് ടു വർക്ക് ഓൺ ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ്. അതായത് ഗൂഗിളിന് ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ട് സ്റ്റുഡൻസിനെയും ന്യൂ ഡെവലപ്പേഴ്സിനെയൊക്കെ അവരെ ഫണ്ട് ചെയ്യും. ഒരു 3 മാസം 6 മാസം എന്നുള്ള ടൈമിൽ ഫണ്ട് ചെയ്ത് അവരെ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു മോണിറ്ററി ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇങ്ങനെയുള്ളത്. ലിനക്സ് ഫൗണ്ടേഷൻ്റെ തന്നെ സിമിലർ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പോൾ ലിനക്സ് ഫൗണ്ടേഷൻ ഹോസ്റ്റ് ചെയ്യുന്ന കുറേ പ്രൊജക്റ്റ് ഉണ്ട്. ഈ ലിനക്സ് കെർണൽ തുടങ്ങി ലിനക്സ് ഫൗണ്ടേഷൻ്റെ കീഴിൽ വരുന്ന കുറേ സബ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ലൈക്ക് CNCF പോലെയുള്ള സബ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള പ്രൊജക്റ്റുകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഈ ഇങ്ങനത്തെയുള്ള പ്രോഗ്രാമുകൾ സഹായിക്കും. അപ്പോൾ ഈ പ്രോഗ്രാമുകളൊക്കെ കംപ്ലീറ്റ്ലി ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. വെറുതെ ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് ലിനക്സ് ഫൗണ്ടേഷൻ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ബേസിക്കലി നമ്മളെ ഒരു പ്രൊജക്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, എങ്ങനെയാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറയും. അങ്ങനെ നമുക്ക് ആ ഒരു കോൺട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലും കുറേ ആൾക്കാർക്ക് ഒരു ശങ്കയൊക്കെ ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ സ്റ്റുഡൻ്റ് ആണ്, ഈ കോഡ് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ എനിക്ക് ആ കോഡ് അറിയുന്ന ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്ന കോഡാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ഉണ്ടാവാൻ. അപ്പോൾ ഈ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷനിലേക്ക് അതൊരു ഡിറ്ററൻ്റ് ആവാം മിക്ക സിറ്റുവേഷനിൽ. കാരണം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് അതൊരു തടസ്സമാവാം. അപ്പോൾ ബേസിക്കലി നമുക്ക് ഒരു എക്സ്പേർട്ട് ആവണം എന്നില്ല. നമ്മൾ ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്പേർട്ട് ആവണം എന്നില്ല. വളരെ ഫ്രിക്ഷൻലെസ് ആയിട്ട് വളരെ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള കുറേ രീതികളുണ്ട് നമുക്ക് ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് വെച്ചാൽ നമ്മൾ മോസ്റ്റ് ഓഫ് us വിൽ ബി യൂസിങ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാത്ത ആളുകളെ ഉണ്ടാവില്ല. നമ്മൾ പ്രോഗ്രാമറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ആസ് എ എൻഡ് യൂസർ വെറുതെ ഒരു മൊബൈൽ ആപ്പ് ഉപയോഗിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഓപ്പൺ സോഴ്സിനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമുണ്ടാവും. അപ്പോൾ ഒരു ഏറ്റവും ഈസിയസ്റ്റ് വേ ടു സ്റ്റാർട്ട് കോൺട്രിബ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൽ ഓപ്പൺ സോഴ്സ് പ്രൊഡക്റ്റിൽ ഇഷ്യൂസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഈസി തിങ് ടു ഡു ആണ്. നമുക്ക് എന്തെങ്കിലും വർക്ക് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ വെറുതെ അവരുടെ സൈറ്റിൽ കയറിയിട്ട് ഇതൊന്നും വർക്ക് ആവുന്നില്ല, ഇങ്ങനെ ഞാൻ ചെയ്തു ഇത് വർക്ക് ആവുന്നില്ല എന്നുള്ളൊരു വൃത്തിയായിട്ടുള്ളൊരു ബഗ് റിപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രൊജക്ട് മെയിൻ്റെനൻസിനെ സഹായിക്കും. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് മിക്ക ബേറ്റ പ്രോഗ്രാംസിലും നമുക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിലൊക്കെ ബേറ്റ പ്രോഗ്രാംസ് ഉണ്ട്. അതേപോലെ തന്നെ ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സിനും ബേറ്റ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അവർ റിലീസ് മേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രൊജക്ട്സ് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ബേസിക്കലി നമുക്ക് കോഡൊന്നും ചെയ്യാൻ അറിയില്ലെങ്കിലും ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് യൂസ് ചെയ്ത് അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനാണ്. പിന്നെ വേറൊരു ഈസി വേ നമ്മൾ ആരും ചിന്തിക്കാത്തൊരു, എനിക്ക് തോന്നുന്നു
ചിന്തിക്കാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രാച്ച് യുവർ ഇച്ച് എന്ന് പറയും. നമ്മൾ ബേസിക്കലി ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ആസ് എ എഞ്ചിനീയേഴ്സ് ഇൻ ജനറൽ, നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരു എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ കണ്ടെത്താൻ എപ്പോഴും ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇറ്റ് ഈസ് മോസ്റ്റ് ലൈക്ലി നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, നമുക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതേ പ്രശ്നം മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടാവും എന്നുള്ള ഒരു ബേസിക് ഒരു റൂളാണ്. അറ്റ്ലീസ്റ്റ് ഒരു 100 പേർക്കെങ്കിലും നമ്മുടെ അതേ പ്രശ്നം ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ആ 100 പേർക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സൊല്യൂഷൻ, നമ്മൾ ഉണ്ടാക്കുന്ന ആ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ ആ 100 പേർക്ക് ഷെയർ ചെയ്യാൻ നമുക്ക് ഓപ്പൺ സോഴ്സ് ഉപയോഗിക്കാം. അത് സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ വളരെ ഈസിയാണ്. സോഫ്റ്റ്വെയർ ഷെയർ ചെയ്യാൻ വളരെ ഫ്രിക്ഷൻലെസ് ആണ്. ഓപ്പൺ സോഴ്സ് ആകുന്ന സമയത്ത് അത് യൂസ് ചെയ്യാനും ആ ഒരു പ്രോസസ്സ് തന്നെ കംപ്ലീറ്റ്ലി ഫ്രിക്ഷൻലെസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഹോപ്പ് സ്കോച്ച് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ട് കേരളത്തിൽ വൺ ഓഫ് ദി കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണ് ഹോപ്പ് സ്കോച്ച്. അതുണ്ടാക്കിയത് ഈ കോവിഡ് കാലത്ത് കേരളത്തിൽ ജസ്റ്റ് പാസ് ഔട്ട് ആയ ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ലാപ്ടോപ്പ് ഭയങ്കര ഓൾഡ് വെർഷൻ ലാപ്ടോപ്പ് ആയിരുന്നു. അതിൽ റാമും മറ്റേ മെമ്മറിയും റാമും പ്രൊസസ്സറൊക്കെ ഭയങ്കര പഴയതായിരുന്നു. അപ്പോൾ അതിലൊരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, പുള്ളി ഉദ്ദേശിച്ചൊരു പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അതിൽ റൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു വെബ് വെർഷൻ ഉണ്ടാക്കി, ബ്രൗസറിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാക്കി, അത് ഓപ്പൺ ആയിട്ട് പബ്ലിഷ് ചെയ്തു. ഇന്ന് അതൊരു $multi-million വാല്യൂഡ് കമ്പനിയാണ്. അവർക്ക് എംപ്ലോയീസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണ്, ഓൾ വിത്തിൻ എ കപ്പിൾ ഓഫ് ഇയേഴ്സ്. അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ചെറിയ പ്രശ്നം, ഒരു ഔട്ട്ഡേറ്റഡ് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു, അത് കാരണം ഈ സാധനം വർക്ക് ആവുന്നില്ല, അങ്ങനെയുള്ളൊരു പ്രശ്നത്തിന് നമ്മൾ സ്വയം കണ്ടുപിടിച്ച സൊല്യൂഷൻ ഇന്നിപ്പോൾ ലോകത്ത് മോസ്റ്റ് പീപ്പിൾ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ നല്ലോണം ഉണ്ട്. പിന്നെ വേറൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മൾ ഓപ്പൺ സോഴ്സിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ കൂടുതലും ആ ഒരു കോഡിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ലിനക്സ് ടോർവാൾഡ്സ് എഴുതിയ ലിനക്സിന്റെ കെർണലും ആ സി കോഡും അത് നോക്കിയാലൊന്നും മനസ്സിലാവില്ല, അങ്ങനെയുള്ള ഒരു ആസ്പെക്റ്റാണ് നമ്മൾ മിക്കവാറും വിചാരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇന്നത്തെ കാലത്ത് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് നല്ലോണം പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓപ്പൺ സോഴ്സ് ഈസ് എവരിവെയർ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഈസ് ഈറ്റിംഗ് ദ വേൾഡ്, ഓപ്പൺ സോഴ്സ് ഈസ് ഈറ്റിംഗ് സോഫ്റ്റ്വെയർ എന്നുള്ള ഒരു ഹെഡ്ലൈൻ ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ന്യൂയോർക്കറോ ആരോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പൺ സോഴ്സ് ഈസ് എവരിവെയർ. അപ്പോൾ എവരിവെയർ ആവുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു വെച്ചാൽ കോഡ് എഴുതിയാൽ മാത്രം പോരാ, വേറെ കുറേ ആസ്പെക്ട്സ് ഉണ്ട്. ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് സക്സസ്ഫുൾ ആവണമെങ്കിൽ അതിന് നല്ല ഡോക്യുമെന്റേഷൻ വേണം. നല്ല കോഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ എഴുതിയ സാധനം നമ്മൾ ഉണ്ടാക്കിയ പ്രൊജക്റ്റ് ഉപയോഗിക്കാൻ ആൾക്കാർക്ക് പറ്റണ്ടേ. അപ്പോൾ അതിനുള്ള ഡോക്യുമെന്റേഷൻ എഴുതണം. പിന്നെ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഈ ലിനക്സ് ത്രൈവ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ലിനക്സിന്റെ ചുറ്റും ഫോം ചെയ്ത കമ്മ്യൂണിറ്റീസ് ആണ്. ഈ ഉബുണ്ടു, അതേപോലെ മറ്റേ ഫെഡോറ, അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഈ ലിനക്സിൽ നിന്ന് ഉണ്ടായത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ത്രൂ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോൾ ഇന്ന് കൂടിയിരിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്ത കാരണമാണ് ഇങ്ങനെ നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റി ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. ഫൈനലി ഞാൻ ഒരു ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് അങ്ങനെയുള്ള ഒരു ആസ്പെക്ട് പറയാം. സ്പെസിഫിക് ടു നമ്മുടെ ഈ ഏർലി കരിയർ ഉള്ള ആൾക്കാർ, സ്റ്റുഡൻസ്, അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഓൾ ഓവർ ദ വേൾഡിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ, ഓൾ ഓവർ ദ വേൾഡ് യൂസ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ, അതിലൊരു ഭാഗമാവാൻ പറ്റുന്നുള്ളത് വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമുക്ക് ഒരു ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു കൊച്ചിയിൽ പോയിട്ട് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാം, ഇൻഫോ പാർക്കിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്താൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല. പിന്നെ നമ്മൾ ഈ ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയിൽ ത്രൂ ബിൽഡ് ചെയ്യുന്ന നെറ്റ്വർക്ക് നമ്മളെ കരിയറിലും നമ്മുടെ നെക്സ്റ്റ് തിങ്ങിലേക്ക് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈവൺ ഇഫ് നമ്മളൊരു ഓപ്പൺ സോഴ്സിൽ ഒരു കരിയർ ബിൽഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഈ നെറ്റ്വർക്ക് നമ്മളെ സഹായിക്കും. പിന്നെ നമ്മുടെ വർക്ക് എപ്പോഴും പബ്ലിക് ആയിരിക്കും എന്നുള്ളത് വളരെ ഇതാണ്. നമ്മുടെ റെസ്യൂമേ ആരെങ്കിലും ചോദിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ഗിറ്റപ്പ് പ്രൊഫൈലോ നമ്മൾ ഈ പ്രൊജക്റ്റിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അതൊരു വലിയ ഫ്ലെക്സ് തന്നെയാണ്. നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മുടെ സ്കിൽസ് എന്താണെന്നുള്ളത്. പിന്നെ ഫൈനലി ഇപ്പോൾ ഈ സെന്നലോണ ഒക്കെ പോലെയുള്ള പബ്ലിക് ഗുഡിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ പ്രൊജക്റ്റുകളുണ്ട് ഈ ആക്സസിബിലിറ്റിയും എന്നുള്ള കാര്യങ്ങളിലും. പിന്നെ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ കുറേ ഫേമസ് ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഈ പ്രളയ സമയത്ത് കുറേ സഹായിച്ച
പ്രളയ സമയത്ത് ഉണ്ടാക്കിയ ഡാറ്റാബേസുകൾ, അതിനുപയോഗിച്ച സോഫ്റ്റ്വെയറുകൾ, അതൊക്കെ സ്റ്റുഡൻസ് ഉണ്ടാക്കി ഓപ്പൺ സോഴ്സ് ആക്കി, പിന്നെ അത് നമ്മുടെ ഒരു ഗവൺമെന്റ് കൂടി ഇൻവോൾവ് ആയിട്ട് ബിൽഡ് ചെയ്തെടുത്തൊരു സോഫ്റ്റ്വെയർ, അങ്ങനെയുള്ള രീതിയിലുള്ള സോഫ്റ്റ്വെയർ ആണ്. ബേസിക്കലി വി ആർ കോൺട്രിബ്യൂട്ടിങ് ടു ദ പബ്ലിക് ഗുഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാൻ വന്നത്. പിന്നെ ചാറ്റിലെ ക്വസ്റ്റ്യന്, ആ പ്രൊജക്ടിന്റെ പേര് ഹോപ്പ് സ്കോച്ച് എന്നാണ്.